അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ സംസ്കാര ചടങ്ങ് തുടങ്ങി. തറവാട്ട് വീട്ടിലാണ് സംസ്കാരം. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണാണ് ബിജു മരിച്ചത്. ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ അപകടത്തിൽ ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു ബിജുവിനെയും അതുപോലെ തന്നെ സന്ധ്യയെയും പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ സന്ധ്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ബിജു മരണപ്പെടുകയാണ് ചെയ്തത്. വളരെ വേഗത്തിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ തറവാട്ട് വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചു വരുന്നത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായോ? ദിവ്യ, ബിജുവിൻ്റെ തറവാട്ട് വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പ്രാർത്ഥന ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. തറവാട്ട് വീട്ടുവളപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. തകർന്ന ബിജുവിൻ്റെ വീടിന് ചേർന്ന് തന്നെയാണ് ഈ തറവാട് വീടും ഉള്ളത്. ഇതിന് സമീപത്തായി തന്നെയാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലം. നിരവധി വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്കോ നാട്ടുകാർക്കോ പ്രിയപ്പെട്ടവർക്കോ ഒന്നും തന്നെ സഹിക്കാനാകാത്ത ഒരു കാഴ്ചയാണ്. കാരണം അത്രമാത്രം അവർ വിഷമത്തിലായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ ഇല്ലാതാകുന്നു. ആ ഒരു കാഴ്ച പ്രത്യേകിച്ച് ബിജുവിനെ സംബന്ധിച്ച് നാട്ടുകാർക്കെല്ലാം തന്നെ പറയാനുള്ളത് ഈ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു മനുഷ്യൻ എന്നാണ് നാട്ടുകാർക്കെല്ലാം തന്നെ പറയാറുള്ളത്. കാരണം അദ്ദേഹം വലിയ വലിയ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യനാണ് എന്നാണ് ഈ പ്രദേശവാസികളും ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നത്. ഒരു വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മകൻ ക്യാൻസർ ബാധിതനായി മരിക്കുന്നത്. ആ ഒരു ആഘാതം, കുടുംബത്തിന് ഏൽപ്പിച്ച ഒരു ദുഃഖം, ആ സങ്കടം, ആ ഒരു അതിൽ നിന്നെല്ലാം കരകയറി ജീവിതം ഒന്ന് കെട്ടിപ്പൊക്കി എടുത്തു കെട്ടിപ്പടുത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ദുരന്തം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സ്വന്തം വീട്ടിൽ, ആ വീട് തകർന്നടിഞ്ഞു പോയി ആ വീട്ടിൽ വെച്ച് ബിജുവിന് ജീവൻ നഷ്ടമാകുന്നു. ഭാര്യ സന്ധ്യ ഗുരുതര പരിക്കുകളോടുകൂടി തന്നെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച ആണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ മലയോര ജനതയെ സംബന്ധിച്ച് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എല്ലാം തന്നെയായി വലിയ പ്രകൃതി ദുരന്തങ്ങൾ എക്കാലവും ഏറ്റുവാങ്ങിയിട്ടുള്ള ജനങ്ങളാണ് മലയോര ജനത. പക്ഷേ ഇവിടെ ഉണ്ടായ ദുരന്തം ഒരു വരുത്തിവെച്ച ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു അവസ്ഥയാണ്. കാരണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായുള്ള മണ്ണെടുപ്പ് പലവട്ടം നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു, പലവട്ടം നാട്ടുകാർ പറഞ്ഞു. ഈ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ നൽകി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തുടർ പ്രവർത്തനങ്ങൾ, പഠനങ്ങളോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാർ കാലങ്ങളായി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം പരാതികൾ നിലനിൽക്കുന്നതിനിടയിലും പൂർണ്ണമായും ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ പരാതിയെ കൈയൊഴിയുന്ന ഒരു നിലപാട്, കൈകഴുകുന്ന ഒരു നിലപാടാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം പഠനങ്ങൾ നടത്തിയിരുന്നു. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനം എടുത്തത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലും മറ്റ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പ്രാദേശിക ഭരണകൂടങ്ങളെല്ലാം തന്നെ ഇതിന് മുൻകൈയിട്ട് ഇറങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതായത് ഈ മണ്ണിടിയാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള ചില സൂചനകൾ തലേദിവസം തന്നെ ഉണ്ടാവുകയും ചെയ്തു. വീടുകളിൽ ചില മുഴക്കങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഭൂമിക്ക് വിള്ളൽ രൂപപ്പെട്ടതായി ഇവിടുത്തെ ആളുകൾ കാണുകയും ചെയ്തു. ഈ ആളുകൾ ഇത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ അടക്കം ഇവിടെ എത്തി ആളുകളോട് മാറാനുള്ള തീരുമാനം നൽകിയത്. ആളുകൾ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. സമീപത്തെ ക്യാമ്പുകളിലും ഒപ്പം തന്നെ ബന്ധുവീടുകളിലുമൊക്കെയായി ഇവർ കഴിയുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ആവശ്യമായ ചില രേഖകൾ എടുക്കാൻ, ചില സാധനങ്ങൾ എടുക്കാനൊക്കെയായി ഈ വീട്ടിലേക്ക് ബിജുവും ഭാര്യ. ഇവിടെ ഈ നിർമ്മാണം സംബന്ധിച്ച് ഈ ദേശീയപാത അതോറിറ്റിക്ക് ഏത് രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. ദേശീയപാത അതോറിറ്റി പൂർണ്ണമായും പറയുന്നത് ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി. അതുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പഠനങ്ങളും പരിശോധനകളും എല്ലാം തന്നെ നടത്തിയിരുന്നു. 22-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിയതാണ്, അതുമായി ബന്ധപ്പെട്ട് തുടർ ക്രമീകരണം നടത്തിയതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ചയും ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്നതും
ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇത്തരത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇത്തരത്തിൽ നിർമ്മാണം നടത്തുന്ന കമ്പനികളുടെ ജീവനക്കാർ വരെ അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായി നിൽക്കുന്ന കുമ്പംപാറയ്ക്ക് മൂന്നാറിനും ഇടയിലുള്ള സ്ഥലത്ത് പലതവണ പലയിടങ്ങളിൽ വെച്ച് മണ്ണിടിച്ചിലുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും സമാനമായ സാഹചര്യങ്ങളുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളുണ്ട്. മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും വനംവകുപ്പുമായിട്ട് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്, മറ്റ് ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല തടസ്സങ്ങളുമുണ്ട്. പക്ഷേ ഇത്തരം തടസ്സങ്ങളെല്ലാം നിൽക്കുമ്പോഴും അതിനെ അതിജീവിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരർത്ഥത്തിൽ നിലവാരമുള്ള റോഡ് വേണം, അതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾക്കും ആസൂത്രിതമായിട്ടുള്ള നടപ്പാക്കലും ഒക്കെ വേണമെന്നാണ് നാട്ടുകാർ കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്ന ഒരു ആവശ്യം. അതെല്ലാം യഥാവണ്ണം നടക്കാത്തതിൻ്റെ ഒരു പരിണിത ഫലം എന്താണോ നാട്ടുകാർ ഭീതിപ്പെട്ടിരുന്നത്, നാട്ടുകാരുടെ ആശങ്ക എന്തായിരുന്നോ, എന്തിനെയാണോ അവർ ഭയപ്പെട്ടിരുന്നത്, ആ ഭയപ്പെട്ട ആ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നു. ആ ഒരു അപകടമുണ്ടായിരിക്കുന്നു. ആ അപകടത്തിൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത.